കോപ്പ അമേരിക്ക 2024 ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ യൂറോ കപ്പുമായി ബന്ധപ്പെട്ട് ഞാൻ ഇതുവരെ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നിലവിൽ ഞാൻ ബ്രസീൽ ടീമിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടൊരു ചെറിയ വീഡിയോ ചെയ്യണം. യൂറോ കപ്പും കോപ്പ അമേരിക്കയൊക്കെ ഒരുപോലെ നടക്കണം. വെറുതെയായി ഉറക്കമില്ലാത്ത രാത്രികളാണ് നമ്മളെ ക്രിക്കറ്റ് ആണെങ്കിലും ഫുട്ബോൾ ഫാൻസൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ 2020 വേൾഡ് കപ്പ് നടക്കുന്നുണ്ട്, അതും രാത്രി തന്നെയാണ്. അപ്പോൾ നമ്മളെ ഇന്ത്യ ഇപ്പോൾ ഫൈനലിൽ എത്തിക്കുകയാണ്. ഇംഗ്ലണ്ടിനെ, കരുത്തരായ ഇംഗ്ലണ്ടിനൊക്കെ അമ്മാരി തോൽപ്പിച്ചിട്ട് ഇന്ത്യ രോഹിത് ശർമ്മയുടെ ഇന്ത്യ ഫൈനലിൽ എത്തിക്കുകയാണ്. അപ്പോൾ അതേമാതിരി കോപ്പ അമേരിക്കയിൽ ബ്രസീലിൻ്റെ കളിയാണ് നാളെ. ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം നിർണായക മത്സരമാണെന്ന് പറയാം. ഇപ്പോഴത്തെ ബ്രസീൽ ടീമിൻ്റെ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഓരോ ബ്രസീൽ ഫാനിനും ഒരു ചടപ്പ് പിടിച്ചൊരു സമയമാണ് ഇപ്പോൾ. ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ ഉൾപ്പെടെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ മത്സരമൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ബ്രസീലിൻ്റെ പ്ലേയേഴ്സ് കാണിക്കുന്നത്? പ്രത്യേകിച്ച് മുൻനിര പ്ലേയേഴ്സ് എന്താണ് കാണിക്കുന്നത്? എന്തൊക്കെ നമുക്ക് അറിയാം. ബ്രസീലിൽ ഇപ്പോൾ കളിക്കണ ഓരോ പ്ലേയേഴ്സിൻ്റെ സ്റ്റാറ്റസ് എടുത്ത് കഴിഞ്ഞാൽ എല്ലാം ലോകോത്തര നിലവാരമുള്ള ഏറ്റവും മികച്ച ടീമുകളിൽ കളിക്കണ ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ള ടീമാണ് നമ്മളെ ബ്രസീൽ ടീം സ്ക്വാഡ്. നിലവിലിപ്പോൾ ടീമിൽ നെയ്മറിൻ്റെ അഭാവത്തിൽ അതേ ലെവലിൽ കളിച്ചിട്ടില്ലെങ്കിലും കുറച്ചൊക്കെ നിലവാരത്തിലുള്ള വിനീഷ്യസ്, റോഡ്രിഗോ പോലുള്ള താരങ്ങൾ നമ്മളെ ബ്രസീൽ ടീമിൻ്റെ ലൈനപ്പിലുണ്ട്. പക്ഷേ എന്താണ് ബ്രസീൽ ടീം ഇതുവരെ സെറ്റാവാത്തത്? നല്ലൊരു മികച്ച ടീമായിട്ട് എന്താ പറയുക, ഇപ്പോൾ കുറച്ചായി കഴിഞ്ഞ കോപ്പ അമേരിക്ക, കഴിഞ്ഞ വേൾഡ് കപ്പ് അങ്ങനെയൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലൊരു സ്ക്വാഡ്. ഇപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പിലൊക്കെ ഒന്ന് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എ ടീം, ബി ടീം 2-3 ടീം ഉണ്ടാക്കാനുള്ള സ്ക്വാഡുണ്ട് ബ്രസീലിന്. പക്ഷേ ഒരു മികച്ച ഒരു ടീം എ ആണെങ്കിലും ബി ആണെങ്കിലും ഉണ്ടാക്കാനൊരു സാഹചര്യം ഇപ്പോഴും ഇല്ല. എന്താണ് ബ്രസീലിൻ്റെ പ്രശ്നം എന്നുള്ളത് മനസ്സിലാവണില്ല. നല്ല ക്വാളിറ്റി പ്ലേയേഴ്സ് ഉള്ളൊരു ടീമാണ്. നല്ല പ്ലേയേഴ്സ്, കൂടുതൽ പ്ലേയേഴ്സിനെ ഫുട്ബോൾ ലോകത്തിന് സപ്ലൈ ചെയ്ത ടീമാണ് ബ്രസീൽ. ഇവരൊക്കെ എടുത്ത് നോക്കുമ്പോൾ, ഈ ഒരു വിവരങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ നല്ലൊരു ടീം ബ്രസീലിന് ഇതുവരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നത്. ഫിനിഷിങ് പോരായ്മകളാണ് കാര്യമായിട്ട് നമ്മളിത് പല മത്സരങ്ങൾ കാണുന്നത്. ഫിനിഷിങ് ഇല്ല. ബാക്കിലൊക്കെ കളി വരുന്നുണ്ട്, ഫ്രണ്ടൊക്കെ ബോൾ വരുന്നുണ്ട്, എത്തിക്കുന്നുണ്ട്. പക്ഷേ വിനീഷ്യസിനെ പോലുള്ള താരങ്ങൾ, റോഡ്രിഗോനെ പോലുള്ള താരങ്ങൾ ആ റയൽ മാഡ്രിഡിൽ കളിക്കുന്നതിൻ്റെ ഒരംശം പോലും ബ്രസീലിൽ അവർക്ക് കാണിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിനീഷ്യസൊക്കെ എന്താ കാട്ടണമെന്നൊക്കെ ചിലപ്പോൾ ചോദിച്ചു പോകും. അജാതി കളിക്കാരനാണ് അദ്ദേഹം ക്ലബിന് വേണ്ടി കളിക്കുമ്പോൾ റയൽ മാഡ്രിഡ്. ഇപ്പോൾ മെസ്സിൻ്റെ അവസ്ഥ എടുത്ത് പറയുന്നത്, മെസ്സി ബായ്സിൽ നല്ല കളിയാക്കാരം, അർജൻറ്റീനയ്ക്ക് വേണ്ടിയിട്ട് കളിച്ചില്ല എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ കുറച്ച് മുന്നേ വരെ. ഇപ്പോൾ മെസ്സിനെ അത് മാറ്റി പറയിപ്പിച്ചു. എന്നമാതിരി റോഡ്രിഗോ വിനീഷ്യസ് കോംബോ, റയലിൻ്റെ അതേ കോംബോ തന്നെ ഇവിടെ നമുക്ക് ലൈനപ്പിൽ കാണാം. പക്ഷേ അവിടുത്തെ ആ ഒരു ഉത്സാഹം ഇവിടെ ഇല്ല. എന്താണ് അതിൻ്റെ ഇഷ്യൂ എന്നില്ല, മനസ്സിലാവുന്നില്ല. എല്ലാ ഒരു പൊസിഷൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോൾ പോസ്റ്റും ഉൾപ്പെടെ ഇവിടെ ഫ്രണ്ടിലേക്ക് കളിക്കുന്ന പ്ലെയർ വരെ എല്ലാ പൊസിഷനും ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള ലോകോത്തര താരങ്ങളുള്ള ടീമാണ് ബ്രസീൽ. പക്ഷേ ആവശ്യത്തിനനുസരിച്ച് ഉയരാൻ കഴിയണില്ല. നല്ല പ്ലെയേഴ്സ് ഉണ്ടായിട്ടെന്താ കാര്യം? എന്നാണ് ഇതൊരു മികച്ച ടീമായിട്ട് വാർത്തെടുത്ത് അടുത്ത വേൾഡ് കപ്പ് ആകുമ്പോഴേക്കും നല്ലൊരു ടീമായി മാറുമെന്നുള്ള ഒരു ചിന്തയിലാണ്. ഈ കോപ്പ അമേരിക്കൊന്നും ഇപ്പോഴത്തെ കഴിഞ്ഞ കളി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രതീക്ഷയില്ല കിട്ടുന്നുള്ളത്. എന്തൊക്കെ കാട്ടിക്കൂട്ടണം. കളിച്ചിട്ടുണ്ട്, ബോൾ കയ്യിലുണ്ട്, ഫ്രണ്ടൊക്കെ പ്ലെയറൊക്കെ ബോൾ വരുന്നുണ്ടെങ്കിലും അത് കൃത്യമായിട്ട് ഫിനിഷ് ചെയ്യുക. ഒരു ഫിനിഷറെ കുറവ്. റൊണാൾഡോ പോയതിന് ശേഷം മികച്ചൊരു ഫിനിഷർ ബ്രസീലിന് കിട്ടിയിട്ടില്ല എന്നുള്ളത് ബ്രസീലിൻ്റെ കളി കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും. പക്ഷേ അത്രക്കാണ് ഇല്ലെങ്കിലും കുറച്ചെങ്കിലൊക്കെ ഒരു ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറെ നമ്മൾ എന്നോ സെലക്ട് ചെയ്യേണ്ടത്. ആ ഒരു പൊസിഷനാണ് ബ്രസീലിൽ ഒഴിഞ്ഞു കിടക്കുന്നത്. നല്ലൊരു ഫിനിഷർ, നല്ലൊരു ഫോർവേഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരുപാട് മത്സരങ്ങൾ, ഒരുപാട് ബോൾ നമുക്ക് ആ വലൻ്റെ ഉള്ളിലേക്ക് എത്തിക്കാൻ കഴിയും ബ്രസീൽ ടീമിന്. സ്കോറിങ് വരുന്നില്ല, അതാണ് പ്രശ്നം. അപ്പോൾ ഈ ഒരു ടീമുമായിട്ടൊക്കെ കോപ്പ അമേരിക്ക മുന്നോട്ട് പോയിട്ട് കാര്യമുണ്ടോ എന്നുള്ളത് അറിയില്ല. കഴിഞ്ഞൊരു കളീൻ്റെ നിലവാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടുത്ത കളി ഉഷാറാവുന്നുണ്ടാവും. നാളെ അടുത്ത കളിയാണ്, പറയാൻ പറ്റില്ല. ഈ ടീം തന്നെ ആയിരിക്കും ഇതിലേറെ മികച്ച പെർഫോമൻസൊക്കെ കാഴ്ച വച്ചേക്കാം. പക്ഷേ ബ്രസീൽ ടീമിൽ നിന്ന് അല്ലെങ്കിൽ ബ്രസീൽ ടീമിൽ നിന്ന് ബ്രസീൽ ഫാൻസ് ഉദ്ദേശിക്കുന്ന ഒരു ലെവലുണ്ട്. ആ ഒരു ലെവലിലേക്ക് ബ്രസീൽ ഇനി എന്നാണ് എത്തുക എന്നുള്ളൊരു ഐഡിയ ഇല്ല. ബ്രസീൽ ടീമിൽ നിന്ന് ഒരുപാട്, ഇപ്പോൾ ബ്രസീൽ ഫാൻസ് മാത്രമല്ല മറ്റുള്ള ഫാൻസും ബ്രസീലിൽ നിന്ന് കേൾക്കുമ്പോൾ ആ ഒരു ലെവലുണ്ട്, ഒരു ഫുട്ബോളിൻ്റെ ഒരു ലെവൽ. റൊണാൾഡീനോ, കക്ക, റോബർട്ടോ കാർലോസ്, ലൂസിയോ അതുപോലുള്ള പ്ലേയേഴ്സൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഒരു ബ്രസീലുണ്ട്. ആ ഒരു ബ്രസീലിൻ്റെ ലെവലിൻ്റെ ഒരു ഭാഗം പോലും ഇപ്പോൾ എത്തണില്ല. അതുകൊണ്ടാണ് ആൾക്കാർക്ക് ഇത്ര നിരാശ, ബ്രസീൽ ഫാൻസിന് ഇത്ര നിരാശ.
കാരണം ഇതൊന്നല്ല ബ്രസീൽ, ഇതൊന്നും ആയിരുന്നില്ല ബ്രസീൽ. എന്തൊക്കെ പ്ലെയേഴ്സ് ഉണ്ട് മറ്റുള്ള ടീമിൻ്റെ അടുത്ത് വാല്യൂ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രസീലിലാണ് ഏറ്റവും കൂടുതൽ മികച്ച സ്ക്വാഡുള്ളത്, നല്ല വേരുള്ള മാർക്കറ്റുള്ള പ്ലെയേഴ്സ് ഉള്ളത്. പക്ഷേ ഒന്നും നടക്കണില്ല. മികച്ചൊരു കോച്ച് വന്നിട്ട് നല്ലൊരു ടീമിനെ വാർത്തെടുക്കേണ്ട സമയം കഴിഞ്ഞു. ഇനി എന്നാണ് ഇതൊക്കെ? അടുത്ത വേൾഡ് കപ്പ് ആകുമ്പോഴത്തേന് ഇനി അടുത്ത വേൾഡ് കപ്പ് കാത്തുക. വേൾഡ് കപ്പ് ഇവിടെ അടുത്തത് ഒന്നിപ്പോൾ കഴിഞ്ഞു, അത് കയ്യൊന്ന് പോയി. എത്ര എണ്ണം കയ്യൊന്ന് പോയി? ഒരു കപ്പ് കിട്ടിയിട്ട് എത്ര വർഷങ്ങളായി, ഒരു വേൾഡ് കപ്പ് കിട്ടിയിട്ട് എത്ര വർഷങ്ങളായി? നല്ലൊരു ടീമുണ്ടായിട്ട് ഇത്രയും നല്ലൊരു ഫുട്ബോളിൽ അറിയപ്പെടുന്ന ഏറ്റവും കൂടുതൽ വേൾഡ് കപ്പ് എടുത്ത ടീമാണ് ബ്രസീൽ. അവരുടെ ഭാഗത്തു നിന്നൊക്കെ ഇത്രയും നിരാശപ്പെടുത്തുന്ന ഓരോ മത്സരങ്ങളും നിരാശപ്പെടുത്തുന്ന മത്സരങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഭയങ്കര ഒരു മോശമായിട്ടുള്ള പരിപാടിയാണ്. കുഴപ്പമില്ല, മികച്ചൊരു പ്ലെയേഴ്സ് ഇല്ലാത്ത ടീമാണോ, പ്ലെയേഴ്സിന് ബുദ്ധിമുട്ടുള്ള ടീമാണെങ്കിൽ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമുണ്ടായില്ല. ഏതായാലും ബ്രസീൽ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഏതൊരു ഫാൻസ് ആണെന്നുണ്ടെങ്കിലും അവരുടെ ടീം മോശം സമയത്താണെങ്കിലും നല്ല സമയത്താണെങ്കിലും കൂടെ നിൽക്കും. അതാണ് ആ സ്പോർട്സ്മാൻ സ്പിരിറ്റ്. നല്ലൊരു ടീമുമായിട്ട് നല്ലൊരു പെർഫോമൻസുമായിട്ട് ഇനി വരുമെന്ന് പ്രതീക്ഷിക്കുക. വരുന്ന മത്സരങ്ങളിലൊക്കെ വിജയിക്കാൻ കഴിഞ്ഞാൽ അർജൻറ്റീന പോലുള്ള മികച്ച ഒരു കെട്ടുറപ്പുള്ള ടീമാണ് ഇപ്പോൾ അർജൻറ്റീന. ഇപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പ് കോപ്പ ഉൾപ്പെടെയുള്ള ഓരോ ട്രോഫികളും നേടിക്കഴിഞ്ഞു. അതേ കെട്ടുറപ്പ് ഇപ്പോൾ അവർ അതേമാതിരി നിലനിന്ന് പോരുകയാണ്. ഒരു ടീം ഗെയിമായിട്ട് എല്ലാവരും ഒന്നിനൊന്നും മികച്ച ഒരു എന്താ പറയുക, അത്രയും പെർഫെക്റ്റായിട്ട് ഓരോന്നും അവരവൻ്റെ റോഡ് ഭംഗിയായിട്ട് ചെയ്യുകയാണ് ഇപ്പോൾ അർജൻറ്റീനയിൽ. അതാണ് അവരുടെ വിജയം. അപ്പോൾ അതേമാതിരി ഒരു കെട്ടുറപ്പ് ഇപ്പോൾ ബ്രസീലിനില്ല എന്ന് വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് നെയ്മർ കൂടി പുറത്തിരിക്കുമ്പോൾ തീരെ ഇല്ല എന്ന് പറയാം. നെയ്മറും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്ലേ മേക്കർ റോളിൽ നെയ്മർ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ റോഡ്രിഗോ വിനീഷ്യസിന് പന്ത് നീക്കി കൊടുക്കാൻ ഒരാളും കൂടി ആയിരുന്നു. ഇപ്പോൾ നെയ്മറിൻ്റെ പരിക്ക് കാരണം ഏറെക്കുറെ മത്സരങ്ങൾ ഏറെക്കുറെ വർഷങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം പുറത്തിരിക്കാനാണ് വിധി. ഇനി നെയ്മർ വന്ന ടീം ഒന്നുകൊണ്ട് സെറ്റാവുന്നില്ല കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ നെയ്മർ ഇല്ല. നെയ്മറിൻ്റെ അഭാവത്തിൽ കളിക്കാൻ പറ്റിയ താരങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. നെയ്മറിനെ മാത്രം കേന്ദ്രീകരിക്കേണ്ട ആവശ്യം നിലവിൽ ബ്രസീലിനില്ല. പക്ഷേ നെയ്മർ ഇല്ലാതെ കഴിയില്ല എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ തെളിയിക്കണം ബ്രസീലിൻ്റെ സ്ക്വാഡ്. അപ്പോൾ മികച്ചൊരു കോച്ച് വരാതെ മികച്ചൊരു ടീമിനെ വാർത്തെടുക്കാതെ ഒരു രക്ഷയും ബ്രസീൽ ടീമിൻ്റെ ഭാഗത്ത് ഞാൻ കാണില്ല. എൻ്റെ ഒരു അഭിപ്രായമാണ് പറയുന്നത്. വരുന്ന മത്സരങ്ങളിലൊക്കെ നമുക്ക് കഴിഞ്ഞ കളി മാറിയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രതീക്ഷയും വേണ്ട. കാരണം നല്ല ടീമുകൾ വേറെ ഉണ്ട്. ഇപ്പോൾ ഉറുഗ്വേ, അർജൻറ്റീന പോലുള്ള ടീമുകളൊക്കെ നല്ല ടീമുകൾ, സെറ്റായിട്ടുള്ള ടീമുകളൊക്കെ അവിടെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ ചെറിയ പരിപാടിയായിട്ട് പോയാലേ ഏതായാലും നല്ലൊരു ഗെയിമുമായിട്ട് അടുത്ത മത്സരങ്ങളൊക്കെ വിജയിക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു നല്ലൊരു മാറ്റമായിരിക്കും ബ്രസീൽ ടീമിൽ. പക്ഷേ ബ്രസീൽ ടീമിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇതൊന്നല്ല പ്രതീക്ഷിക്കണത്. ഇതൊന്നും ആയിരുന്നില്ല ബ്രസീൽ.